വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് കുട്ടിയുടെ പിതാവ്. ആനുകൂല്യം ലഭിക്കില്ല എന്ന കത്ത് വന്നപ്പോഴാണ് വകുപ്പ് ചുമത്തിയില്ല എന്നറിഞ്ഞത്. പീരുമേട് MLA കത്തു നൽകിയിട്ടും പോലീസ് ഇക്കാര്യത്തിൽ പ്രതിക്കൊപ്പമാണ് നിന്നതെന്നും പിതാവ് ആരോപിച്ചു. പോലീസുകാർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SC ആണെന്നും അവൻ OBC ആണെന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കാതെ വിട്ടുപോയി. ജില്ലാ ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടുകയില്ല, അത് അട്രോസിറ്റി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഇങ്ങനെ ഒരു ആക്ട് ഇടാനുള്ളതും അവർ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ DYSPക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. അദ്ദേഹം പറയുന്നത് CIയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയാൽ മതിയെന്ന്. MLAയുടെ ഒരു കത്ത് കൊണ്ടുപോയി DSP കൊടുത്തു. അപ്പോൾ ഇവർ കാലാകാലങ്ങളിൽ കണ്ണനെ അറിയാം, അവൻ SC ആണ്, പ്രതിയും അറിയാം, പ്രതിയുടെ അപ്പനെ അറിയാം. അപ്പോൾ പോലീസുകാർ ആവശ്യപ്പെട്ട പ്രകാരം പോലീസുകാർക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു, അവൻ SC ആണെന്നും അല്ല ക്രിസ്ത്യാനിയാണെന്നും ഇത്ര വർഷങ്ങളായിട്ട് അവൻ മതമാറ്റമൊന്നും ചെയ്തിട്ടില്ല, അവൻ ഇതിനു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള വില്ലേജ് ഓഫീസർക്ക് തെറ്റുപറ്റിയതാണ്, അന്വേഷിക്കാതെ ഓൺലൈനിൽ മുഖാന്തര എന്തോ കൊടുത്തിട്ടുള്ളതാണ്, തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പ്രതികരിച്ചു. പോലീസ് അന്വേഷണത്തിൽ പാളിച്ചയുണ്ടായി എന്ന കോടതി നിരീക്ഷണം പ്രോസിക്യൂട്ടർ തള്ളി. ഈ വിധി റദ്ദ് ചെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. കോടതിയുടെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ അപര്യാപ്തമാണ്. DNA പ്രൊഫൈലിംഗ് ഇല്ല. പിന്നീട് ഈ സാക്ഷികൾ പറഞ്ഞതിലുള്ള ചെറിയ കോൺട്രഡിക്ഷൻസ് പോലും വലിയ പ്രാധാന്യത്തോടു കൂടി കോടതി കണ്ടു. ഇതിൽ സയൻറ്റിഫിക് എവിഡൻസ് പര്യാപ്തമാണെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം. അതിനുള്ള സുപ്രീം കോടതി വിധികളും സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് വ്യാജ തെളിവുണ്ടാക്കി നിരപരാധികളെ കൊടുക്കുന്നതിന് ഉദാഹരണമാണ് വണ്ടിപ്പെരിയാർ കേസെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ SK ആദിത്യൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു. ഇയാളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. കേസ് അട്ടിമറിച്ചതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പങ്ക് പരിശോധിക്കണം എന്നും SK ആദിത്യൻ പറഞ്ഞു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുകയാണ് അതിലേക്ക്. ഈ മരണം നടന്നത് 2021 ജനുവരി 30-നാണ്. അന്ന് ജൂൺ 30-ന് അന്ന് വൈകുന്നേരമാണിത്. ഒരു 174 കേസായിരുന്നു. അന്ന് ഈ കുട്ടിയെ വൈകിട്ട് സംഭവിച്ചതിന് ആശുപത്രി കൊണ്ടുപോയിരുന്നു. അന്ന് തന്നെ ഈ സംഭവം നടന്ന ഈ ക്വാർട്ടേഴ്സിലെത്തി അത് ബന്ദോബസ്ത് ചെയ്തതാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഇൻക്വസ്റ്റ് നടത്തി മറ്റ് മഹസർ തയ്യാറാക്കിയതും മറ്റ് ഇൻവെസ്റ്റിഗേഷന് അപ്പം തന്നെ ആരംഭിച്ചതാണ്. സയൻറ്റിഫിക് ഓഫീസർ, വിരലടയാള വിദഗ്ധർ, ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഇതിൻ്റെ ഇൻക്വസ്റ്റ് സമയം മുതൽ സ്ഥലത്തുണ്ട്. സീൽ ചെയ്തതാണ്. നമ്മൾ ഈ ബ്ലഡൊക്കെ സീൽ ചെയ്ത് തരുന്നത് അവർ സയൻറ്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് ഇത് സീൽ ചെയ്ത് തരുന്നത് അവിടെ. പിന്നെ ഈ പ്ലേസ് ഓഫ് ഒക്കറൻസിൻ്റെ വേറെ ബ്ലഡൊന്നും ഇല്ലായിരുന്നു. അത് അവിടെ നിന്ന് പോലീസിനെ അവിടെ നിന്ന് സീൽ ചെയ്തെടുക്കേണ്ട. കുട്ടിയുടെ ബ്ലഡെല്ലാം എടുത്ത് തന്നത് സയൻറ്റിഫിക് ഓഫീസറാണ്. അവർ തന്നെ സീൽ ചെയ്ത് നമുക്ക് പാക്ക് ചെയ്ത് തരിക ചെയ്തു. 100% പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനകത്തൊരു യാതൊരു വീഴ്ചയും ഉണ്ടായതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ ഇന്ന് 100% എൻ്റെ അന്വേഷണത്തിൽ പ്രതി അത് തന്നെയാണ്. ഗുരുതരമായ വീഴ്ച അന്വേഷണത്തിൽ വരുത്തിയെന്ന് കോടതിയുടെ വിധിന്യായത്തിൽ തന്നെ വിമർശനമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴും സ്വന്തം നിലപാട് ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. എല്ലാ രീതിയിലും കുറ്റമറ്റ അന്വേഷണമാണ് നടത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോവുകയായിരുന്നു. ഈ സംഭവം അറിഞ്ഞപ്പോൾ തൊട്ടു പിന്നാലെ ക്വാർട്ടേഴ്സ് സീൽ ചെയ്തതാണ്. പിന്നീടാണ് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നത് എന്നാണ് പറയുന്നത്. അന്നേ ദിവസം തന്നെ അവിടെ എത്തി ഇതിനു വേണ്ട പരിശോധനകൾ നടത്തിയില്ല എന്ന വിമർശനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഈ കാര്യത്തിലുള്ള വിശ്വാസ്യതയടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിധിന്യായമാണ് വന്നത്. ഇപ്പോഴും ഉദ്യോഗസ്ഥൻ അത് ന്യായീകരിക്കുകയാണ്. ക്വാർട്ടർ സീൽ ചെയ്തു, പിന്നീടാണ് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. സയന്റിഫിക് ഓഫീസർമാരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. വിചിത്രമായ ഒരു കാര്യം കൂടി ഉദ്യോഗസ്ഥൻ പറയുന്നു. പ്ലേസ് ഓഫ് ഒക്കറൻസിൽ കുട്ടിയുടെ രക്തക്കറ ഉണ്ടായിരുന്നില്ല എന്നും. നേരത്തെ വന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. പോലീസ് വ്യാജ തെളിവുണ്ടാക്കി
നിരപരാധികളെ കൊടുക്കുന്നതിന് ഉദാഹരണമാണ് വണ്ടിപ്പെരിയാർ കേസെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ SK ആദിത്യൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു. ഇയാളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. കേസ് അട്ടിമറിച്ചതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പങ്ക് പരിശോധിക്കണമെന്നും SK ആദിത്യൻ പറഞ്ഞു. ഒരാളെ എങ്ങനെ പോലീസ് ഫ്രെയിം ചെയ്യുന്നു, വളരെ ശാസ്ത്രീയമായി അവർക്ക് ഫ്രെയിം ചെയ്യാനുള്ള പ്രത്യേകതരം കഴിവുണ്ട്. അത് ഇത്തരത്തിൽ കോടതിയിൽ വരുമ്പോൾ അത് പരിശോധിക്കുമ്പോൾ അത് തള്ളിപ്പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ഒരു ക്ലാസിക് കേസായി ഈ കേസ് മാറും. ഞാൻ പറയുന്നത് ഈ കുട്ടിയുടെ ലയത്തിനോട് ചേർന്ന് തന്നെ, ഈ കുട്ടി മരിച്ച കൃത്യമുറിയോട് ചേർന്ന് തന്നെ മറ്റൊരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ. അയാളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. വളരെ വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അയാൾ നിലവിലെ ഒരു വലിയ രാഷ്ട്രീയ കക്ഷിയുടെ പ്രമുഖയായ നേതാവിൻ്റെ മകനാണ്. അയാളിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഈ പറയപ്പെടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് തീർച്ചയായും അന്വേഷണം വരണം. അതിൻ്റെ സ്വാഭാവികമായ നീതിയാണല്ലോ. ശക്തമായി ആവശ്യപ്പെടുന്നു. ഇതിൽ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയെ കൊണ്ട് തന്നെ അന്വേഷണം വേണം. അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ, യഥാർത്ഥ പ്രതിയിലേക്ക് എത്തട്ടെ. വണ്ടിപ്പെരിയാർ കേസിൽ പോലീസിനെതിരായ കോടതി വിമർശനം പരിശോധിക്കുമെന്ന് നിയമമന്ത്രി P. രാജീവ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെന്ന് മന്ത്രി MB രാജേഷും പറഞ്ഞു. എന്തായാലും നിർബന്ധമായിട്ട് അപ്പീൽ പോകേണ്ട വിധി തന്നെയാണത്. കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ അന്വേഷണം പോയിട്ടുണ്ടെന്ന രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂട്ടറുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കോടതി തെറ്റായ നിഗമനത്തിലെത്തിയതാണോ, വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണോ, അതെല്ലാം വിധി വായിച്ചതിന് ശേഷം എന്തായാലും അപ്പീൽ പോവുകയും കടുത്ത ശിക്ഷ ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കും. ഇപ്പോൾ വാളയാർ കേസിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എല്ലാ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കർശനമായ നടപടി വീഴ്ച വരുത്തിയവർക്കെതിരെ ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നു. അപ്പോൾ പൊതുവിൽ എടുത്തിട്ടുള്ള സമീപനം അതാണ്. ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും വെച്ച് ഉറപ്പിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല കേരളത്തിലെ ഗവൺമെൻറ്. വണ്ടിപ്പെരിയാർ കൊലപാതക കേസിൽ പ്രതിക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടില്ലെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ആളല്ല അർജുൻ എന്നും വാഴൂർ സോമൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വേറൊന്നും ചിന്തിക്കാനിടയില്ല. ഞങ്ങൾ ആത്മാർത്ഥമായി ആ കുടുംബത്തോടൊപ്പം നിലകൊള്ളുന്നു, ഇടപെടുന്നു. അത് മാത്രമാണ് പറയാനുള്ളത്. അത്ര പ്രാധാന്യമൊന്നും ഈ പ്രതിക്കില്ല. ഞാൻ പോലും ഈ പ്രതി ഇയാളാണെന്ന് അറിയുന്നതും DYFIയുടെ നേതാവാണെന്ന് അറിയുന്നതും പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷമാണ്. രാഷ്ട്രീയമല്ല, ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമില്ല. ഇതിൻ്റെ അകത്ത് വളരെ ആ കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അത് പ്രതി ഇന്നയാളാണെന്നുള്ളത് ബോധ്യപ്പെട്ട് പോലീസ് കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട് സന്ദർശിക്കും. വൈകുന്നേരത്തോടെയാണ് VD സതീശൻ സ്ഥലത്തെത്തുക. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ആദ്യം ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ. ഇതുവരെ ഇവർക്ക് ഈ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ കോടതി വിധിയോടാണ് അവർ ശക്തമായി വിമർശനം ഉന്നയിച്ചതും. ഇപ്പോൾ ഈ വിധിന്യായത്തിൻ്റെ വിശദാംശങ്ങൾ അറിയുമ്പോൾ പിഴവ് സംഭവിച്ചിരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്ത് തന്നെയാണ് എന്ന് കുടുംബം ഉറപ്പിക്കുകയാണോ? വേണു, അങ്ങനെയല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകം അതുപോലെ തന്നെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഈ കേസിലെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് കുടുംബം ആവർത്തിക്കുന്നുണ്ട്. ആ ഒരു നിലപാടിൽ അവർ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഈ SC/ST പീഡന നിരോധന നിയമം ഇതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർ ശ്രമം നടത്തിയിരുന്നു. ഹൈക്കോടതി വരെ സമീപിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ആവശ്യം അംഗീകരിക്കപ്പെടാതെ പോയത്, ഈ വിചാരണ സമയത്ത് ഉൾപ്പെടെ അംഗീകരിക്കപ്പെടാതെ പോയത് പോലീസും പ്രോസിക്യൂഷനും അതിൽ കാര്യമായ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ്, അലംഭാവം കാണിച്ചതുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസ് DYSP റാങ്കിലുള്ള ആള് അന്വേഷിക്കും. മാത്രമല്ല ഈ കട്ടപ്പന കോടതി എന്നുള്ളത് തൊടുപുഴ ജില്ലാ കോടതിയിലേക്ക് കേസ് മാറുകയും ചെയ്യും. അങ്ങനെ ഇത് ഈ മറ്റൊരു തലത്തിലേക്ക് ഈ കേസിന്റെ വിചാരണ ഉൾപ്പെടെ മാറാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതാണ് ഇല്ലാതായത് എന്നുള്ളതാണ് ഈ ഒരു നിയമം, ഈ ഒരു SC/ST അട്രോസിറ്റി വകുപ്പ് ഇതിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. പക്ഷേ അപ്പോഴും അവർ ഇന്നലെ വന്ന കോടതി വിധിയിൽ പോലീസിനെതിരായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും അവർ അംഗീകരിക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്നെല്ലാം കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ
പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള വിശദീകരണം ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. പ്രോസിക്യൂഷൻ ഇതിൽ അപ്പീൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള അലംഭാവവും കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പരാതികളില്ല, SC/ST വകുപ്പ് ചുമത്തിയില്ല എന്ന ഒരൊറ്റ പരാതിയേ ഉള്ളൂ. അപ്പോൾ ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ടല്ലോ, രാഹുൽ തന്നെ ഇന്നലെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് രക്തം, മലം, മൂത്രം ഇതിൻ്റെ സാമ്പിളുകളൊന്നും ശേഖരിച്ചില്ല. അതുപോലെ തന്നെ വിരലടയാളം ഉൾപ്പെടെയുള്ള മറ്റ് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചില്ല. സംഭവം നടന്ന് പിറ്റേ ദിവസം മാത്രമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ കാര്യമായി നടപടികളിലേക്ക് കടന്നത്. തുടങ്ങിയിട്ടുള്ള 9ഓളം കൃത്യമായ വീഴ്ചകൾ ഈ വിധിന്യായത്തിൽ പറയുന്നില്ലേ? തീർച്ചയായിട്ടും വിധിന്യായത്തിൽ അത്തരം പ്രസ്താവനകൾ പോലീസിനെതിരെയും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ ഈ കുടുംബം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. SC/ST അട്രോസിറ്റി വകുപ്പ് ചുമത്താത്തത് മാത്രമാണ് അവർ ഒരു പരാതിയായി പറയുന്നത്. അല്ലെങ്കിൽ അത് മുൻപുണ്ടായിരുന്ന ഒരു പരാതിയാണ്. ഇപ്പോൾ അവർ കൂടുതൽ ശക്തമായിട്ട് ആ ഒരു പരാതി ഉയർത്തി കാണിക്കുന്നുമില്ല. ഈ കേസ് സംഭവം നടന്ന ഈ കുട്ടിയുടെ മരണം സംഭവിച്ച അപ്പോൾ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ഈ സംഭവം നടന്ന സ്ഥലം സീൽ ചെയ്തു, അത് ബന്ദോബസ്തിലാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നു. ഇനി ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ആദ്യഘട്ടത്തിൽ ഇതൊരു സ്വാഭാവിക മരണമായിരുന്നു, കഴുത്തിൽ ഷാൾ കുരുങ്ങിയുള്ള ഒരു മരണമാണ് എന്നുള്ള നിലയ്ക്കായിരുന്നു ഈ കേസ് മുന്നോട്ട് പോയത്. ബന്ധുക്കളും അതുപോലെ തന്നെ കുട്ടിയുടെ മാതാപിതാക്കളും എല്ലാം അത്തരമൊരു നിഗമനത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വന്ന് ഈ സ്ഥലം സന്ദർശിച്ചാൽ മതിയാകും, കേസ് അന്വേഷിച്ചാൽ, ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് പരിശോധന നടത്തിയാൽ മതിയാകും. പിന്നീടാണ് ഇതിൻ്റെ ഒരു ഗതി മാറുന്നത്. ഇതൊരു കൊലപാതകമാണ് എന്ന് പിന്നീടാണ് ഇത് നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശേഷമാണ് അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് ഈ CI ഈ കേസ് ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഈ കോടതിയുടെ വിമർശനവുമായി ബന്ധപ്പെട്ട് പോലീസും അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറും നൽകുന്ന വിശദീകരണം. കാരണം രണ്ടാമത്തെ ദിവസം പോലീസ് അവിടെ എത്തിയുള്ളൂ എന്ന് കോടതി പറയുന്നതിൻ്റെ അർത്ഥം ഈ രണ്ടാമത്തെ ദിവസം മാത്രമാണ്, ഈ സംഭവം നടന്ന രണ്ടാമത്തെ ദിവസം മാത്രമാണ് ഇത് കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് CI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതിൻ്റെ അന്വേഷണ ചുമതല ഏറ്റെടുക്കേണ്ടതുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാലതാമസം ഉണ്ടായത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ അതുപോലെ തന്നെ പോലീസിൻ്റെയും CIയുടെ ഉൾപ്പെടെയും വിശദീകരണം. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ CIയുടെ കൂടെ TD സുനിൽകുമാറിൻ്റെ കൂടെ വിരലടയാള വിദഗ്ധൻ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സയൻറ്റിഫിക് വിദഗ്ധൻ ഉൾപ്പെടെ ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത്. നമ്മൾ ഇന്ന് രാവിലെ ഈ മാതാപിതാക്കളോട് ചോദിക്കുമ്പോഴും അവരും പറയുന്നുണ്ട് ഇത് സീൽ ചെയ്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. പോലീസിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിക്കാനോ ഈ തെളിവ് ശേഖരിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് വാദിക്കാനായിട്ട് ഒരു തരത്തിലും ഈ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അവർ ഈ കേസ് വിധി റദ്ദ് ചെയ്യണം, അതുപോലെ തന്നെ അപ്പീൽ നൽകാൻ ഏറ്റവും അടുത്ത ദിവസം തന്നെ അപ്പീൽ നൽകാനുള്ള നടപടി സ്വീകരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പ്രതി ഈ അർജുൻ തന്നെയാണ്, യാതൊരു തരത്തിലുള്ള തെറ്റും അവർക്ക് പറ്റിയിട്ടില്ല. മാത്രമല്ല പ്രോസിക്യൂട്ടർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതി അർജുനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് കോടതി മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല മേൽക്കോടതിയിൽ പോകുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായ വിധി വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇതിൻ്റെ അകത്ത് ആകെ പറഞ്ഞിരിക്കുന്നത് DNA പരിശോധനാ ഫലത്തിന്റെ ഒരു പോരായ്മ മാത്രമാണ്. ബാക്കിയെല്ലാം കാര്യങ്ങളും ഇതിലൊത്തു പോകുന്നുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ TD സുനിൽകുമാറും വീണ്ടും ആവർത്തിക്കുന്നത്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.